Yes. In our Kerala syllabus, in the plus two class English, we have to study about a chapter named Horgelu. Horgelu, it is the anecdote. It is written by Sudhamurti. Have you heard about Sudhamurti? So, Sudhamurti was born in 1950. Sudhamurti is an M.Tech computer science teacher, and he teaches computer science in colleges. She writes a lot, both in English and Kannada. Here, Horgelu. Horgelu is taken from her great work named Old Man and the God, Discovering the Spirit of India. ഇനി നമുക്ക് എന്താണ് ഈ ഹോറിഗെല്ലു? ഹോറിഗെല്ലു എന്ന് വെച്ചാൽ ഗെല്ലു മീൻസ് കല്ല്, ഹോറിഗെല്ലു മീൻസ് സ്റ്റോൺ ബെഞ്ച് എന്നാണ്. എന്തിനാണ് ഈ സ്റ്റോൺ ബെഞ്ച്? സ്റ്റോൺ ബെഞ്ച് എന്നത് നമ്മളിപ്പോൾ സഞ്ചരിക്കാനുണ്ടെങ്കിൽ നമ്മൾ പഴയ കാലത്ത് ഇന്നിപ്പോൾ ബസ്സും കാറൊക്കെ വന്നതുകൊണ്ട് സഞ്ചാരം കുറവായി, നമ്മൾ നടക്കൽ കുറവാണ്. പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ആളുകൾ തലയിൽ ചുമടുണ്ടാവും. ആ ചുമട് ഇറക്കി വയ്ക്കാനുള്ള ഒരു സംഭവമാണ് ഹോറിഗെല്ലു. അപ്പോൾ അതും ഈ കഥയുമായിട്ട് എന്താണ് ബന്ധം എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ ജീവിത മരണങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ധാരാളം ഭാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഈ ഭാരങ്ങളെല്ലാം പേറിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതേസമയം നമ്മളുടെ ഈ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും ഇവയെല്ലാം ഒരാളോട് പറഞ്ഞ് നമ്മുടെ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കുവാൻ സ്റ്റോൺ ബെഞ്ച് എങ്ങനെയാണോ ഒരു ചുമട്ടുകാരൻ്റെ ഭാരം വഹിക്കുന്ന ഒരാളുടെ ഭാരം ഇറക്കി വെച്ച് അയാൾക്ക് ആശ്വാസം നൽകുന്നത്. പണ്ടൊക്കെ ഈ ആൽമര ചോട്ടുകളിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു തൃപ്തി, ഒരു ആശ്വാസം നമ്മൾ നമ്മുടെ ദുഃഖങ്ങളും വേദനകളൊക്കെ ഒരാളോട് പറയുന്ന സമയത്ത്, എല്ലാ ആളുകളോടുമല്ല, ചില ആളുകൾ വളരെ ക്ഷമയോടുകൂടി എല്ലാം കേൾക്കത്തക്ക ഒരു മാനസിക വിശാലത ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളോടാണ് നമ്മൾ ഈ കാര്യങ്ങൾ വേദനകളെല്ലാം പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരാൾ ഈ വേദനകളെല്ലാം കേൾക്കാൻ വളരെ ക്ഷമയോടെ അദ്ദേഹം തയ്യാറാണെങ്കിൽ ദാറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ us. അപ്പം ഇതിൻ്റെ കാര്യം എങ്ങനെയാണ്? സുധാമൂർത്തി തൻ്റെ കുട്ടിക്കാലത്തെ ഒരു കാര്യമാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതൊരു ചിത്രത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മനസ്സിലൂടെ അത് പാസ് ചെയ്യുമെന്ന് കരുതട്ടെ. നമുക്ക് അതിൻ്റെ ഒരു ബ്രീഫ് സമ്മറിയിലേക്കാണ് വിരലിച്ചുകൊണ്ടുന്നത്. ഒന്ന്, ഹോട്ട് സമ്മർ ഡേയ്സ് എന്ന് വെച്ചൊരു വാചകമാണ് അതിൻ്റെ ആരംഭം. റിമൈൻഡ് മീ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഇൻ എ സ്മോൾ വില്ലേജ്. അപ്പോൾ എനിക്ക് എൻ്റെ ഗ്രാമത്തിലുള്ള കുട്ടിക്കാലത്തുള്ള ജീവിതത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ദർ വാസ് എ ലാർജ് ബനിയൻ ട്രീ. ഒരു വലിയൊരു ആൽമരം ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ്. ഡ്യൂറിങ് ഹോളിഡേയ്സ് ഐ സ്പെൻഡ് മെനി അവേഴ്സ് പ്ലേയിങ് അണ്ടർ ഇറ്റ്. നമ്മൾ പൊതുവെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഈ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ പോയി നമ്മൾ കളിക്കാറുണ്ടല്ലോ. അതേപോലെ ദ ട്രീ വാസ് ലൈക്ക് എ ബിഗ് അംബ്രല്ല. ഇങ്ങനെ വളർന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു മരം തന്നെയായിരുന്നു അത്. ഇറ്റ് ഗേവ് മച്ച് നീഡഡ് ഷെയ്ഡ് ആൻഡ് കംഫർട്ട്. ട്രാവലേഴ്സ് സ്പെൻഡ് സം ടൈം സിറ്റിംഗ് അണ്ടർ ഇറ്റ്. ചില ഈ വഴിപോക്കന്മാരൊക്കെ അതിൻ്റെ താഴെ ഇരുന്ന് ആശ്വാസം കണ്ടെത്താം. ഒന്ന് നല്ല വെയിലല്ലേ, അപ്പോൾ അവിടെ സ്റ്റോൺ ബെഞ്ചിലൊക്കെ ഇരുന്നിട്ട് അവർ നല്ലൊരു റിലാക്സ് ആയിട്ടേ പോവുള്ളൂ. ടേക്കിംഗ് സം റെസ്റ്റ് ബിഫോർ ദേ കണ്ടിന്യൂഡ് ദർ ജേണി. ടു മേക്ക് ദം കംഫർട്ടബിൾ ദർ വാസ് എ ഹോറിഗെല്ലു. ഹോറിഗെല്ലു ആണ് അവിടുത്തെ ഒരു ചർച്ചാ വിഷയം. അണ്ടർ ദ ട്രീസ്. ഹോറിഗെല്ലു മീൻസ്, എന്താണ് ഹോറിഗെല്ലു? സ്റ്റോൺ ബെഞ്ച് എന്നാണ്. ദ സ്റ്റോൺ ദറ്റ് ക്യാൻ ബിയർ വെയിറ്റ്. ഇറ്റ് വാസ് എ ലാർജ് ഫ്ലാറ്റ് സ്റ്റോൺ പ്ലേസ്ഡ് ഹൊറിസോണ്ടലി over two vertical stones. It was a stone bench. അതേപോലുള്ള സ്റ്റോൺ ബെഞ്ച് തന്നെയായിരുന്നു അത്. പീപ്പിൾ കുഡ് സിറ്റ് ഓൺ ഇറ്റ്. ആളുകൾക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാം. ചാറ്റ് വിത്ത് ഫെലോ ട്രാവലർ. കൂടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാം. ചില ആളുകളൊക്കെ അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വരും. അവരോട് കുറേ കാര്യങ്ങളൊക്കെ, വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ഇരിക്കും. ആൻഡ് എക്സ്ചേഞ്ച് ന്യൂസ് ഓഫ് ദ റോഡ്. കൂൾ വാട്ടർ വാസ് കെപ്റ്റ് ഇൻ എർത്തൺ സ്പോട്ട്സ്. പണ്ടൊക്കെ ഈ മൺകുടങ്ങളിലൊക്കെ കുറച്ച് വെള്ളം വയ്ക്കും. അപ്പോൾ വഴിപോക്കന്മാർക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം കുടിച്ച് ആശ്വസിച്ച് തങ്ങളുടെ യാത്ര തുടരാം. ആൻഡ് ട്രാവൽസ് കുഡ് ഡ്രിങ്ക് ദ വാട്ടർ. ഐ എം ഷുവർ സച്ച് സിമ്പിൾ അറേഞ്ച്മെൻറ്റ്സ് ആർ ഫൗണ്ട് ഇൻ ഓൾ ഓവർ ദ കൺട്രി. പല ഭാഗങ്ങളിലും, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും
ഇത്തരം സ്പോട്ടുകൾ, ഇത്തരം തണ്ണീർപ്പന്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ദ ഹോറിഗല്ലു ഇൻ അവർ വില്ലേജ്, ഈ ഗ്രാമത്തിലുള്ള ഹോറിഗല്ലു എന്ന് പറയുന്നത് ബ്രിങ്സ് സ്പെഷ്യൽ മെമ്മറീസ് ഫോർ മീ. സുധാമൂർത്തിക്ക് വളരെ മധുര സ്മരണകൾ നൽകുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ, തൻ്റെ മുത്തച്ഛനുമായിട്ട് ബന്ധമുള്ളതാണത്. He was a retired school teacher. He would spend hours sitting under the banyan tree, talking to those resting there. When I got tired or playing, I would sit next to him, listening their conversation and observing the people. അപ്പോൾ മുത്തച്ഛനോട് സംസാരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കുക, അവരുടെ സംസാരം എന്താണ് അവർ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുക. വളരെ കൗതുകപരമായിട്ട് ചെറുപ്പകാലത്തുള്ള സ്വഭാവം സുധാമൂർത്തിക്കുമുണ്ടായിരുന്നു. Most of the villagers were taking a break from their work in the nearby fields. അപ്പോൾ ആളുകളൊക്കെ പാടത്ത് പണിയെടുക്കുന്ന ആളുകളൊക്കെ ഈ ആൽമര ചുവട്ടിലാണ് വന്ന് വിശ്രമിക്കാറുള്ളത്. They had to work long distances each day and they had to carry heavy burdens on their heads. Tired by the heat, they would drink the cold water, wash their faces and chat with my grandfather. They often talked about their lives and worries. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് വന്ന് അവർ തങ്ങളുടെ വിഷമങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും എല്ലാം പങ്കുവെക്കുമായിരുന്നു. ഓൾഡ് മാൻ വാസ് ഓൾവേസ് ലിസണിങ്. അദ്ദേഹം വളരെ ക്ഷമാപൂർവ്വം എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. ഒരാൾ പറയും, മാസ്റ്റർ ജി, ദിസ് സമ്മർ ഹാസ് ബീൻ സോ ഹോട്ട്, ഐ ഹാവ് നെവർ സീൻ സച്ച് എ ഡ്രൈ വെതർ. നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ എന്തൊരു ചൂടാണ്, ഇതുപോലുള്ള ചൂട് മുൻപ് ഉണ്ടായിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് മറ്റൊരാൾ പറയും, മാസ്റ്റർ ജി, ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഡിഫിക്കൽട്ട് ഫോർ മീ ടു ക്യാരി ഹെവി ലോഡ്സ് മൈ ഹെഡ്. ഭാരം ചുമക്കാൻ വളരെ പ്രയാസം, പഴയതുപോലെയൊന്നും ഇപ്പോൾ സാധിക്കുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ മുത്തച്ഛനോട് പറയും. താങ്ക് ഗോഡ് ഫോർ ഹിസ് ഹോറിഗല്ലു. അപ്പോൾ ആയതുകൊണ്ട് ദൈവത്തിന് നന്ദിയൊക്കെ പറയാറുണ്ട് അവർ. ഐ വാണ്ട് മൈ സൺ to help, but he simply wants to go to the city. പക്ഷേ മകൻ്റെ കൂടെ താമസിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ അവൻ സിറ്റിയിലാണല്ലോ താമസം. അങ്ങനെയുള്ള മനപ്രയാസങ്ങൾ, പ്രായമാകുന്ന ആളുകൾക്ക് മക്കൾ എപ്പോഴും അടുത്തുണ്ടാവണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ ഗ്രാൻഡ് ഫാദറുമായിട്ട് ഷെയർ ചെയ്യുക പതിവായിരുന്നു. അപ്പം അതേസമയം തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ലിസൺഡ് ടു ദെയർ ടോക്ക്, വളരെ ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നു. ആൻഡ് ദേ ഫെൽറ്റ് റിഫ്രഷ്ഡ് and they would soon go away with their burdens. അപ്പോൾ കുറേ നേരം സംസാരിച്ചിട്ട് തങ്ങളുടെ ഭാരവുമായിട്ട് പോവുക പതിവായി. Wondered why they blessed his soul so often. It was just a stone bench. Then my grandfather told me that horigallu is essential in any journey. നമ്മുടെ യാത്രകളിലൊക്കെ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രകളിലൊക്കെ ഇത്തരം ഹോറിഗല്ലൂസ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണെന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദർ അഭിപ്രായപ്പെട്ടിരുന്നു. അങ്ങനെ ആ കുട്ടിക്കാലം കഴിയുകയാണ്. പിന്നീട് ലേറ്റർ ലൈഫ് ഐ ഹാപ്പൻ ടു സീ സംതിങ് ദാറ്റ് റിമൈൻഡഡ് മീ ഓഫ് ദാറ്റ് ഹോറിഗല്ലു. വളരെ വലുതായി ജോലി കിട്ടി, വേറെ അവിടെ താമസിക്കുന്ന സമയത്ത് എനിക്ക് ആ ഹോറിഗല്ലുവിനെ കുറിച്ചാണ് ഓർമ്മ വന്നത്. ഐ വാസ് വർക്കിംഗ് ഇൻ മുംബൈ. ബോംബെയിൽ ജോലി ചെയ്യുമ്പോൾ വൺ ഓഫ് മൈ കൊളീഗ്സ് വാസ് രത്ന. എൻ്റെ ഒരു സഹപ്രവർത്തകയുണ്ടായിരുന്നു രത്ന. അവൾ ഷീ വാസ് എ വെരി സീനിയർ ക്ലർക്ക്, മിഡിൽ ഏജ്, ഒരു മധ്യവയസ്കയായിട്ടുള്ള എൻ്റെ ഫ്രണ്ടാണ്. ആൻഡ് ഓൾവേസ് സ്മൈലിംഗ് ഫേസാണ് അവർക്കുള്ളത്. ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദി കമ്പനി ഫോർ നിയർലി 25 years. നല്ലൊരു സീനിയോറിറ്റി ഉള്ള 25 വർഷത്തിലധികമായിട്ട് ആ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്ന ഒരു കൊളീഗാണ്. ആഫ്റ്റർ ഹർ ഗ്രാജുവേഷൻ ഷീ കണ്ടിന്യൂഡ് വർക്കിംഗ് വിത്ത് എ ചിയർഫുൾ ഫേസ്. എപ്പോഴും പ്രസന്ന ഭാവമുള്ള ഒരു സ്ത്രീയായിരുന്നു അവിടെ. എവറി ഡേ ഡ്യൂറിങ് ലഞ്ച് അവർ, ഞങ്ങൾ ഉച്ചഭക്ഷണ സമയത്തൊക്കെ ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ. ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുക പതിവാണ് ഇൻ വൺ ഓഫ് ദ റൂംസ് ചാറ്റിംഗ് വിത്ത് ഹെർ. ഐ ഓഫൺ വണ്ടേർഡ് വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്. എന്താണ് സംസാരിക്കുന്നത്? വൺ ഡേ ഐ ആസ്ക്ഡ് വാട്ട് ദേ ഡിസ്കസ്ഡ് ഡ്യൂറിങ് ദ ലഞ്ച് അവർ. അപ്പോൾ അവരുടെ കൊളീഗ് എല്ലാവരും കൂടി സംസാരിക്കുന്ന സമയത്ത് എന്താണ് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ രത്ന ടോൾഡ് മീ ദാറ്റ് ദേ ഷെയർഡ് ദെയർ ട്രബിൾസ് വിത്ത് ഹെർ. അവർ അനുഭവിക്കുന്ന മാനസികപരമായിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ചാണ് അവർ സംസാരിച്ചത് എന്നായിരുന്നു. ഐ ആസ്ക്ഡ് ഹെർ ഹൗ ഷീ കുഡ് ഹെൽപ്പ് ഇൻ സോൾവിങ് ദെയർ പ്രോബ്ലംസ്. എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുക? ഡിഡ് ഷീ ഹാവ് ദ ആൻസർ ഫോർ ദം? നമുക്ക് ഒരാളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും
നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ ക്ഷമാപൂർവം ശ്രമിക്കുക എന്നാണ്. ഇവിടെ നോബഡി ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം. നമ്മുടെ പ്രശ്നം ആർക്ക് പരിഹരിക്കാൻ കഴിയും? പക്ഷേ എങ്കിൽ പോലും യു ഹാവ് ടു സോൾവ് ഇറ്റ് യുവർ സെൽഫ്. I then wondered what the point was. Listening to somebody is the problem if no help can be given. നമ്മൾ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രോബ്ലം നമ്മൾ ശ്രമിക്കുക എന്ന് മാത്രം. രത്ന ആൻസേർഡ് മീ പേഷ്യൻ്റ്ലി. രത്ന വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് ആ മറുപടി പറഞ്ഞത്. ഷീ ടോൾഡ് മീ ദാറ്റ് God had given her 2 ears to listen to others. ദൈവം നമുക്ക് 2 ചെവികൾ തന്നിട്ടുള്ളത് മറ്റുള്ളവരുടെ വേദന ക്ഷമാപൂർവ്വം കേൾക്കുക എന്നതുകൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയാണ്. She hears people with sympathy and not judgment. When somebody talks about his worries, ഒരാൾ തങ്ങളുടെ വേദന സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ എന്താ ചെയ്യുക? ആളുകൾ ഇപ്പോൾ വരാനുണ്ട്, അവർ പോകാറുണ്ട്, അവരത് കേൾക്കാനുള്ള ക്ഷമ കാണിക്കാറില്ല. പക്ഷേ ഇവിടെ ഇറ്റ് റിലീവ്സ് ഹിം, അത് അവർക്ക് ആശ്വാസമാണ് നൽകുന്നത് a lot. And then wanted to know if she ever told other the secrets he had. But Ratna told me that not even in her dreams she would do that. Revealing somebody's secret is the worst kind of betrayal. അപ്പോൾ നമ്മൾ വിശ്വാസമുള്ള ഒരാളോടാണ് പറയുക. ആ വിശ്വാസമുള്ള ഒരാൾ ചിലപ്പോൾ എന്താവാം, ചിലപ്പോൾ വിശ്വാസം വഞ്ചന ചെയ്തു എന്ന് വരാം. അപ്പോൾ നമ്മളെ വിശ്വസിച്ച് ഒരാൾ രഹസ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് മറ്റൊരാളോട് പരിഹാസ രൂപത്തിൽ പറയാതിരിക്കുകയും വേണം. അത് പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. People told her of their worries because they are certain that she would never tell others about them. മറ്റുള്ളവരോടൊന്നും ഇത് പറയുന്നില്ല, നമ്മളോടാണ് പറയുന്നത്. പക്ഷെ നമ്മളും അവരെ വഞ്ചിക്കാൻ പാടില്ലല്ലോ. They relieve themselves by talking about their burdens and they continue with their life's journey. അപ്പോൾ അവരുടെ വേദനകളെല്ലാം പറഞ്ഞ് അവരവരുടെ ജേണി അവർ തുടർന്ന് പോകുന്നു. അതിനുശേഷം രത്ന വേർഡ്സ് റിമൈൻഡഡ് മീ. രത്നയുടെ ആ വാക്കുകൾ, അപ്പോൾ നമ്മൾ അതെല്ലാം ശ്രദ്ധാപൂർവ്വം കേൾക്കണമെന്നുള്ള രത്നയുടെ വാക്കുകൾ റിമൈൻഡഡ് മീ, എന്നെ ഓർപ്പിക്കുന്നത് ഓഫ് എ ഗ്രാൻഡ് ഫാദർ വാസ് സിറ്റിംഗ് ഓൺ ദ ബെഞ്ച് സ്റ്റോൺ ലിസണിങ് ടു പീപ്പിൾ. അപ്പോൾ ഗ്രാൻഡ് ഫാദറെ കുറിച്ചിട്ടാണ് ഞാൻ ഓർക്കുന്നത്. നൈദർ മൈ ഗ്രാൻഡ് ഫാദർ നോ രത്ന വർ റിച്ച്. അവരത്ര സമ്പന്നരൊന്നുമല്ല. രത്ന സമ്പന്നയായിട്ടുള്ള സ്ത്രീ ആയിരുന്നില്ല. എൻ്റെ ഗ്രാൻഡ് ഫാദറും അത്ര സമ്പന്നനായിട്ടുള്ളൊരു മനുഷ്യനൊന്നും ആയിരുന്നില്ല. പക്ഷേ അവരുടെ മനസ്സ് സമ്പന്നമായിരുന്നു. ബട്ട് ഇൻ ദിയർ സ്മോൾ വേസ് ദേ വർ ഡൂയിങ് ഗ്രേറ്റ് സോഷ്യൽ സർവീസ്. ഇതൊരു വലിയൊരു സാമൂഹ്യ സേവനം തന്നെയാണല്ലോ. നോ വൺ തോട്ട് ഓഫ് അക്നോളജിങ് ദിയർ വർക്ക് ഓർ ഗിവിങ് ദം എനി റിവാർഡ്സ്. ഏതെങ്കിലും ഒരു റിവാർഡ് കിട്ടുമോ, സമ്മാനം കിട്ടുമോ, അല്ലെങ്കിൽ പ്രശംസിച്ച് പറയാൻ കേൾക്കുന്നത് വേണ്ടിയിട്ടൊന്നുമല്ല അവർ അങ്ങനെ ചെയ്യുന്നത്. ബട്ട് ദേ കണ്ടിന്യൂ ഡൂയിങ് ദിയർ സർവീസ് ആൻഡ് ഇറ്റ് ഗീവ്സ് ദം ജോയ്. ഇത് അവർക്ക് സന്തോഷം നൽകുന്നു. എപ്പോഴും നമ്മൾ ഒരാളിൽ നിന്നും പിടിച്ച് വാങ്ങുന്നതിനേക്കാൾ നമുക്ക് എപ്പോഴും അങ്ങോട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. നമ്മളിവിടെ കൊടുക്കുന്നത് നമ്മുടെ ക്ഷമയാണ്. അവരുടെ എല്ലാ വേദനകളും നമ്മൾ കേൾക്കുന്നു. വെനെവർ ഐ പാസ് ബൈ എ ഹോറിഗൽ എനിവേർ. അതുകൊണ്ട് ഞാൻ ഈ രാജ്യത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എവിടെയെല്ലാം ഈ ഹോറിഗല്ലുവിനെ ഞാൻ കാണുന്നുവോ അപ്പോഴെല്ലാം ഐ തിങ്ക് ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന. അപ്പോഴെല്ലാം ഈ ഗ്രാൻഡ് ഫാദറെ കുറിച്ചും രത്നയെക്കുറിച്ചും ഞാൻ ഓർക്കാറുണ്ട്. ഐ വിഷ് ദർ വർ മോർ സച്ച് ബെഞ്ച് സ്റ്റോൺസ് ഇൻ ദിസ് വേൾഡ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴാണോ ഒരു സ്റ്റോൺ ബെഞ്ച് ആവുന്നത്, അത് സമൂഹത്തിൽ നാം നൽകുന്ന ഏറ്റവും വലിയൊരു സേവനമായിട്ട് സുധാമൂർത്തി എടുത്ത് പറയുന്നു. ഏതായാലും നമ്മുടെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പലവട്ടം ഇത് നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, പലവട്ടം അത് വാച്ച് ചെയ്യുക. പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് don't forget to share, like and subscribe.